ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെലിഫോൺ വഴി മാത്രം പരിചയമുള്ള തൻ്റെ കാമുകിയെ കാണാനെത്തിയ ഒരു യുവാവിൻ്റെ ദുരന്ത കഥയാണ് ഇന്നത്തെ ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസി. ഒരുപാട് പ്രതീക്ഷയോടെയാണ് അവൻ അവളെ കാണാനെത്തിയത്. ഇതാണ് ജ്യോതി. നിങ്ങൾ മാറിയിരിക്കുക, സംസാരിക്കാം. സൂപ്പറായിട്ടുണ്ടെന്ന് എന്തോന്നും വേണ്ടാത്തത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവർ അവിടേക്ക് വന്നത്. ജ്യോതി എല്ലാ കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ നമുക്ക് ചെറിയൊരു മോതിരം മാറുന്നൊരു അല്ല അങ്ങനെ പറയല്ലോ. പെണ്ണ് കാണാൻ വന്നവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുന്ന ഒരു വലിയ കഥ. സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽക്കേ ഒരുമിച്ച് പഠിച്ചിരുന്ന 3 സുഹൃത്തുക്കളാണ് ഇന്ന് ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. പേര് പറഞ്ഞു. എൻ്റെ പേര് നിമ്മി. ഞാൻ BSc സുവോളജി, പഞ്ചാബ്. കാണാതെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. പഠിച്ചിട്ടുണ്ട്. കാണാതെ പഠിച്ചു വെച്ചേക്കാണ്. ഇത്രയും മസിൽ പിടിക്കേണ്ട ആവശ്യമില്ല. ഇതെന്ത് പറ്റി? മര്യാദക്ക് റിലാക്സ് ചെയ്തിരുന്നു. ഇനിയൊന്നുമില്ല, കഴിഞ്ഞു. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. പേര് പറഞ്ഞു. എൻ്റെ പേര് ഗോപകുമാർ. ഞാൻ മറൈൻ മെക്കാനിക്കൽ പഠിക്കുന്നു. എവിടെ? എറണാകുളം. എൻ്റെ പേര് ഫവാസ്, MBCom പഠിക്കുന്നു, അങ്കമാലി. നിങ്ങൾ തമ്മിൽ എത്ര നാളത്തെ സുഹൃത്തുക്കളാണ്? 7 years. അല്ല, ഇതൊക്കെ ഞാൻ ചോദിക്കുമെന്നറിഞ്ഞ് ഈ ഉത്തരവൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞങ്ങൾ സ്ഥിരം വ്യൂവേഴ്സ് ആണ് ടേക്ക് ഇറ്റ് ഈസിയുടെ. അപ്പം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഏകദേശം അറിയാമല്ലോ. അങ്ങനെ പഠിച്ച് റെഡിയായി വന്നിരിക്കുകയാണ്. റെഡി ആയിട്ടാണ് വന്നേക്കണേ. ഒരു ആർട്ടിഫിഷ്യൽ ചിരിയോടെയൊക്കെയാണ് ഇരിക്കുന്നത്. അല്ല, അത് ഒറിജിനലാ. ഇതിങ്ങനെയാണോ? അങ്ങനെയാണ്. പകുതി മേക്കപ്പാണ്. ഇതിലാരെയാ പ്രാങ്ക് ചെയ്തേക്കുന്നത്? ഇതായിരുന്നു നേരെ. എന്താ ഇതിന് തന്നെ തിരഞ്ഞെടുക്കാൻ കാര്യം? കാരണം ഇവൻ ഞങ്ങളൊരു തവണ ചലഞ്ച് ചെയ്തു. ഇവൻ ഞങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് ഒരിക്കലും എനിക്കിട്ടൊരു പണി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിന് ടോട്ടൽ ഗ്യാങ്ങിനൊക്കെ എടുത്ത് കുറേ പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഏറ്റു, ഇവൻ മാത്രം വിശ്വസിച്ചില്ല, രക്ഷപ്പെട്ടു. സോ ഞങ്ങൾ 3 മാസം ഡിസൈഡ് ചെയ്ത് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്ത പണിയാണ്. ഇതിന് പിന്നിൽ കുറേ കഥകൾ സംഭവിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ എനിക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം. ഫസ്റ്റ് ഇവൻ ഫവാസിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എല്ലാവർക്കും ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ആയിട്ടില്ല, അതിനെ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞിരുന്നു. അച്ഛനും അമ്മയെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഇതൊക്കെ? നോട്ട് ചെയ്തോടെ. അപ്പം ഞങ്ങൾ ഇവന് പണി കൊടുക്കാൻ ഒരു റീസൺ തപ്പി നടക്കായിരുന്നു. അപ്പം അവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫവാസ് വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഒരാളെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ റൂംമേറ്റ് ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി MCOM പഠിക്കുന്നു, പഞ്ചാബിലാണ്. അപ്പം ആളെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചിട്ട് പറഞ്ഞു. മലയാളിയാണോ അതോ പഞ്ചാബിയാണോ? മലയാളി. ആളെ കൊണ്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പേര് ജ്യോതി, ഞാൻ പാലക്കാട്, ഞാൻ FBയിൽ ഫോട്ടോ കണ്ടിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്കൊന്ന് നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞു. നിമ്മി വരുമ്പോൾ ഞാനും നാട്ടിൽ വരും, അപ്പം എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുത്തു. വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തു. ഇവൻ അങ്ങനെയൊന്നും വളയില്ലായിരുന്നു. ഇവൻ വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യില്ല. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വിളിച്ച് ഭയങ്കര ചാടിയായിരുന്നു. ഈ കഥാപാത്രത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? ലീമ മൈക്കിൾ. കേട്ടല്ലോ, കേട്ടത്. ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ട് ഈ കാര്യം വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു. ആൾക്കറിയായിരുന്നു. ആള് പ്രോഗ്രാമിന്റെ വലിയൊരു ഫാനാണ്. അപ്പൊ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ചെയ്യാനായിട്ട്. ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷമം ഇപ്പോഴും മുഖത്തുനിന്ന് മാറിയിട്ടില്ല. എന്താ ഈ അനിയന് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? എത്ര നേരായി നിന്നെ വെയിറ്റ് ചെയ്യുന്നു. ഇതാണ് ജ്യോതി. ഇതാണ് ഞങ്ങളുടെ ഗോപി. ഇവളുടെ അമ്മാവന്മാരിവിടെ സ്റ്റേഡ് അല്ലേ? ഇവിടെയല്ലേ സ്റ്റേ ആണെന്നാണ് പറഞ്ഞത് അല്ലേ? എടാ ഇവിടെ ഇരിക്കും, ഇങ്ങോട്ട് നീങ്ങിരിക്കുക.
അല്ല നിനക്ക് ഫോണിൽ കണ്ടപ്പോൾ ഇവിടെ അടുത്ത് കുറെ സംസാരിക്കാണ്ടായിരുന്നല്ലേ, ഇപ്പൊ ഒന്നും സംസാരിക്കാനില്ലേ? ഇതാട്ട ഗോപൻ, എന്തേലൊക്കെ സംസാരിക്കടാ. എങ്ങോട്ട് പോണു? എന്നും ചോദിക്കാനില്ലേ? ചോദിക്കേ. അതെന്താണ് നീ ഇങ്ങനെ പറയുന്നത്? നിനക്കെന്താ പറ്റിയേ? ഫോണിലെല്ലാം സംസാരിച്ചു. എപ്പോൾ സംസാരിച്ചു? അതിന് നിങ്ങൾ ഇവിടെ വന്നിട്ട് 1 വീക്കല്ല ആയിട്ടുള്ളൂ. ഇവിടെ ഇരിക്കടാ കുറച്ചു നേരം. എടാ ഇവരോട് എന്തെങ്കിലും സംസാരിക്കാൻ പറയടാ. ഇത് നോക്കിയേ, നമ്മൾ കുറേ നേരം സംസാരിച്ചില്ല രണ്ടുപേരോടും. സംസാരിക്കണ എന്തെങ്കിലും? അതിനെന്താ, അവരുടെ അടുത്ത് പറഞ്ഞതാ. ഒരു പണിയാ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞങ്ങൾ പോയിട്ട് അപ്പോഴേക്കും. അതെ അങ്ങനെ വേണ്ടാത്ത. എടാ എന്തുട്ടാണ് ഇത്? അവാർഡ് മൂവി ഇതിനും വേഗത്തിൽ പോവില്ല. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കും, ഞങ്ങള് വന്നപ്പോ തന്നെ കൊറേ ഇങ്ങോട്ട് നോക്ക്. നീ എന്താ അങ്ങോട്ട് നോക്കുന്നത്? അവിടെ എന്നിട്ടാ ആരാ? എന്നെയാ ഇതിലെ നോക്ക് നീ. വന്നപ്പോ തൊട്ടെങ്കിൽ ഞങ്ങൾ എന്തോരം സംസാരിക്കുന്നറിയോ? എടാ എന്തെങ്കിലും പറ. എടാ എന്തെങ്കിലും സംസാരിക്കടാ. നിങ്ങൾ മാറിയിരിക്കുക, സംസാരിക്കാം. ഓക്കെ ഓക്കെ, ഞങ്ങൾ മാറിയിരിക്കാം, ഞങ്ങൾ അപ്പുറത്തിരിക്കാം. അവർക്ക് എന്ത് സംസാരിക്കാനുണ്ട്? എടാ ഞങ്ങളോട് മാറിയിരിക്കാൻ പറഞ്ഞു. ഇത് ഇവള് പറഞ്ഞു മാറിയിരിക്കണോ? അവർക്ക് എന്ത് സംസാരിക്കാനുണ്ട് നിന്റെ അടുത്ത്? ഞങ്ങൾ അപ്പുറത്തിരിക്കാം, ജസ്റ്റ് സംസാരിക്കാം. സംസാരിക്കുന്ന നീ എന്താ 10 കിലോമീറ്റർ അപ്പുറത്ത് പോയിരിക്കുന്നേ? ഓക്കെ ഷുവർ. രാവിലെ വന്നതാണോ? കഴിച്ചെന്തെങ്കിലും? ഇല്ല, കാണാനുള്ള ആക്സിഡന്റ്. പറയൂ, ചോദിക്കൂ. അന്ത മെസ്സേജിലൂടെ മാത്രമേ ചോദിക്കുള്ളൂ. പിന്നെ കാണാല്ലേ, നേരിട്ട് കണ്ടില്ലേ, പിന്നെ പിന്നെ മെസ്സേജ്. ഇങ്ങോട്ട് റിപ്ലൈ പിന്നെ അങ്ങോട്ടൊന്നും ചെയ്യാൻ. മേക്കപ്പ് ഓവറായോ? എന്തോന്നും വേണ്ടാത്തത്? ഞാൻ കേക്കാം, പറയൂ. സൂപ്പറായിട്ടുണ്ടെന്ന്. നമ്മൾ മാച്ചാറായി ഏകദേശം ഒരു മാച്ച് കളർ ഡ്രസ്സിൻ്റെ കളർ ഉദ്ദേശിച്ചത്. എന്തൊന്നും മിണ്ടാത്തത്? പറ, എന്തെങ്കിലും പറ.
എന്താ ഒന്നും പറയാറില്ല. നമസ്കാരം. ജ്യോതി എല്ലാ കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മാവന്മാരാണ്. ഞാൻ ഗോപാലൻ, കുഞ്ഞുങ്ങളുടെ അവനാണ്. വീട്ടിലാർക്കല്ലോ പോലെ ഇതിൽ അമ്മ, അച്ഛൻ, അനിയൻ. എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കാൻ പോകും. ഇവിടെ എറണാകുളത്ത് തന്നെയാണ്. വീടൊക്കെ സ്വന്തം വീടാണ്. ആ അനിയൻ ഒന്നുമില്ല. അനിയൻ ഇല്ല, വന്നിട്ടില്ല. +2 പഠിക്കാം അങ്കമാലിൽ. അല്ല വീട് മോനുള്ളതാണ്, അതാ അനിയനാ. ആണല്ലേ, ഞാൻ ചോദിച്ചതല്ലേ കാരണന്മാരെന്നതിലേക്ക് അറിയാനൊക്കെ വേണ്ടി ചോദിച്ചു. രാമകൃഷ്ണ, കൂടുതൽ സംസാരിക്കുന്നത് കാര്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറ. മോളുമായിട്ടൊക്കെ എങ്ങനെ ഞങ്ങൾക്ക് ജസ്റ്റ് കണ്ടിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞിരിക്കണായിരുന്നു. അതിപ്പോൾ ഞങ്ങൾക്ക് തീരുമാനം ഇങ്ങനെ അമ്മയ്ക്കും അച്ഛനൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആരല്ലേ? അല്ല അതങ്ങനെ നമുക്ക് ജ്യോതി നമ്മളെടുത്ത് ഈ കാര്യം നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറൊക്കെ ഉള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണണം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല മോനാ അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അതെ, പേരെന്താന്ന് പറഞ്ഞാൽ ഗോപകുമാർ. എല്ലാ വിവരവും ജ്യോതി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വളരെ ഫ്രീ ആണ്. ഞങ്ങൾ മനസ്സിലായി, കൂട്ടുകാരെ പോലെയാണ് ഞങ്ങൾ പെരുമാറുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ രാമകൃഷ്ണൻ കൊച്ചും കൂടി പറയും. ഇതിപ്പോ ഇത് അങ്കിള് ഞങ്ങളെ അമ്മാവന്മാരാണ്. കുഞ്ഞമ്മേടം ഇവളുടെ കുഞ്ഞമ്മേടം മക്കളെ. അപ്പം നമുക്കേ ഈ ഇന്നത്തെ കാലമുണ്ട്, അതുകൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നുള്ളൂ. അല്ല അങ്ങനെ കണ്ടൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കുടുംബത്തിനൊക്കെ നമുക്ക് അതൊന്നും പറഞ്ഞു. നമ്മൾ അങ്ങനത്തെ ഒരാൾക്കാരല്ല. ഇവരിപ്പോ ടൗണിൽ പോകണമെന്ന് പക്ഷെ നമുക്ക് നമ്മളെ അനിയത്തി അറിയാവുന്നതുകൊണ്ട് അത് ഒരു കാര്യം ചെയ്താലേ ഒരു കാര്യത്തിലേക്ക് നമുക്കത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയ ചടങ്ങൊക്കെ നടത്തി വെച്ചാൽ നന്നായിരിക്കും. ചടങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പറയാന്ന് അല്ല പറഞ്ഞപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെയുള്ള നമുക്കതൊന്നും യോജിപ്പുള്ള കാര്യമൊന്നുമല്ല. സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അതൊന്നും ഇപ്പൊ വിശ്വസിക്കാനും പറ്റും. അല്ല നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല മോനെ. നമുക്കൊരു ഉറപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളോട് പറയാമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കാണാൻ മാത്രം വന്നാണ്. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഭാവിയെക്കുറിച്ചൊക്കെ ഒരു ഇതില്ലേ. ഞങ്ങൾക്ക് ഒരു ഉറപ്പിന് വേണ്ടി സമയം എന്തായാലും സമയം എത്ര? വാച്ചിലേക്ക് 12 12. എന്തായാലും നമുക്ക് നല്ലൊരു സമയമാണ്. ഇപ്പോൾ രാഹു ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം. നമുക്കൊരു ചെറിയൊരു മോതിരം മാറും. അല്ല അങ്ങനെ പറയല്ലേ. അല്ല അതല്ല അതല്ല ഞാൻ പറഞ്ഞത്. ഇതൊക്കെ പുള്ളകളിയായിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളുടെ കുട്ടിയാണ്, ഞങ്ങളുടെ കുട്ടിയുടെ ഭാവി. അതുകൊണ്ടാണ് പോലെ അതല്ല അങ്ങനെ വിട്ട് അങ്ങനെ പറയല്ലേ മോനെ. കാര്യങ്ങൾ അങ്ങനല്ല മോനെ. ഇതല്ല, ഇത് ഒരുപാട് പറ്റിക്കലൊക്കെ നടക്കുന്ന കാര്യം. അത് പറയരുത്. അല്ലല്ല ഒരു മിനിറ്റ്, ഒരു ഇരിക്ക് അങ്ങനെ പറയല്ലേ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് ചെയ്തത് കൊണ്ട് മറ്റുള്ള ഇതിന് ഒന്നുമല്ല. അതല്ല അങ്ങനൊരു വിഷയം. ഇത് വേറെ ഒന്നുമില്ല. നമ്മളിത് ചെയ്തത് കൊണ്ട് മോൻ ഇതുകൊണ്ട് ജീവിതമായെന്നല്ല, ഞങ്ങൾക്കൊരു സമ്മാനം. അല്ല ഞങ്ങളുടെ കൊച്ചിന്, കാരണം ഇന്നത്തെ കാലം ഇതുകൊണ്ടാ മോനെ. ചേട്ടാ അതെ ഐശ്വര്യ മോള് പിടിച്ചടി. ഇത് പിടി അല്ല അങ്ങനെ പറ കാര്യം. ഇത് കണ്ട് എന്റെ ദോഷം പോലെ അവർ തമ്മിൽ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ. പിന്നെ ഒരു കണ്ടോട്ടെ. ഞാൻ ചോദിട്ടെ, ഇത് ഇട്ടത് കൊണ്ട് എന്താ പ്രശ്നം തരും? അപ്പൊ എന്തോ ഒരു ഫ്രോഡ് പരിപാടി നിന്റെ മനസ്സിലുണ്ട്. അല്ലല്ല അല്ല ഇവൻ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ശരിയാണ്. നിങ്ങൾ ആര് വരുന്നു? ഞങ്ങള് വേറെ ഒന്നും പറഞ്ഞില്ല. ജസ്റ്റ് ഒരു എൻഗേജ്മെന്റ്. ഞങ്ങൾ വേറെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞ അതൊരു വിശ്വാസം. നമ്മള് ഇത് ചെയ്തെന്ന് എന്തെങ്കിലും സംഭവിക്കും. ഞാൻ എന്താ മോളെ പറഞ്ഞത്? ഇത് ഇട്ടുകൊണ്ട് ഇവൻ ഇവിടെ എന്താ ഇത് ഇട്ടുകൊണ്ട് ഇവൻ നിന്ന് തന്നെ കെട്ടണം. അതല്ലേ അതല്ലേ ഇത് ഇടാതെ പോകുമ്പോ ഇവന്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ ഈ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇട്ടേനെ.
എനിക്ക് ഇഷ്ടമായിട്ടില്ല, അതാണ് ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്ന പോലെ ചെയ്യാനുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഇതൊരു രസമായിരുന്നു. ഞങ്ങളുടെ മകളുടെ ഭാവിയ ഞാൻ അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചോദിച്ചു നോക്ക്, അവൾ ചോദിച്ചു നോക്ക്. പിന്നെ ഇവിടം വരെ വരാമെങ്കിൽ ഇനി പറയാനാണ് പാട്. ആ വർത്താനം പറയാം. ഇത് ഒരാൾ രണ്ടുപേരും ഒരു കാര്യം നമുക്ക് സമയം കളയാനില്ല. രണ്ടുപേർക്കും കൂടി ഇഷ്ടമാണല്ലേ? എനിക്ക് ഇഷ്ടമായിട്ടുണ്ടല്ലോ. പിന്നെ എന്താ പ്രശ്നം? നീ ഇത് പിടി തൽക്കാലം ചടങ്ങ് ചെയ്തിട്ട് പോയാൽ മതി. അല്ല അങ്ങനെ പറയാം പറഞ്ഞാൽ ശരിയാവില്ല മോനെ, അത് ശരിയാവില്ല. ആ കുട്ടി എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല നിമ്മി, ഇതെല്ലാം ഉത്തരവാദിത്വം നീയാണോ? ആ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ അറിഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാരും വരുന്നത്. ജസ്റ്റ് കണ്ട അങ്ങനെയുള്ളതല്ല, ഞങ്ങൾ അങ്ങനെ വളർത്തിയല്ലേ കൊച്ചിനെ. അത് നടക്കില്ലെന്ന് പറഞ്ഞപ്പോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നാണ്. എന്താണ് ഒരു കാര്യം ചെയ്തിട്ടൊന്ന് ഫോൺ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഇത് കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു നോക്ക് നിങ്ങള്. അതൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചാൽ അവള് പറഞ്ഞ അനുസരിച്ചാണല്ലോ ഞങ്ങൾ വന്നേക്കണേ. അതെ അവൾക്ക് ഇഷ്ടപ്പെട്ട അനുസരിച്ചാണ് ഞങ്ങൾ വന്നേക്കണേ. ചടങ്ങെടുത്ത് അങ്ങനെ പറഞ്ഞു ശരിയാകല മോനെ. ചടങ്ങെടുത്തിട്ട് ഞാൻ ചെയ്യില്ല, നീ പിടിച്ച വെറുതെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ ചെയ്യുന്നത്. സോറി, ഞാനാ കൂടുതൽ ചെയ്തത്. മനസ്സിലാണ് എടാ ഗോപു, ജ്യോതി. അതാണ് ഇടയ്ക്കൂടെ ചോദിച്ചത്. ഇതിപ്പോ ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവര് രണ്ടുപേരും കൂടി നിങ്ങളെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ താങ്കളെ ഇവിടെ കൊണ്ടുവന്ന് ഇതിൽ പെടുത്തണം എന്ന് പറഞ്ഞു. എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ ഇനി നമുക്ക് മോതിരയിടാല്ലോ. ഇത് വേണ്ട. ഒരാശ്വാസമായില്ലേ ഇപ്പൊ? ആശ്വാസമായി. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ പരിപാടിയായിരുന്നു, നല്ല അഭിനയമായിരുന്നു. എൻ്റെ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞായിരുന്നു. കണ്ണ് നിറഞ്ഞായിരുന്നു. ആവോ എന്താ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, കുറച്ചുകൂടെ ഒക്കെ പറയൂ. നിറഞ്ഞായിരുന്നു. അച്ഛനും അമ്മയും കേട്ടല്ലോ അല്ലേ? ആ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇതായിരുന്നു പ്രോഗ്രാമും. അത് ആവശ്യമുള്ള കാര്യമല്ലേ? അതെ, അത് വീട്ടിൽ പറയാതെ അത് ഇതൊരു പണി ആവശ്യമാണ്. ഇത് വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നത്? ക്ലാസ്സിൽ നിന്ന് ആണ് ഇവര് വിളിച്ചിട്ട് ഇറക്കി വന്നത്. ക്ലാസ്സിലായിരുന്നു ആള്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇദ്ദേഹം ക്ലാസ്സിനകത്ത് ഇരിക്കുകയാണ് അപ്പോഴും? അതെ, കുട്ടികൾ ഇവര് വിളിച്ചിറക്കിയിട്ട് എന്നെ വിളിച്ചു. അമ്മ ഞാനിങ്ങനെ കൂട്ടുകാരിയുടെ കൂടെ പോവാന്ന് പറഞ്ഞ്, ഇങ്ങനെ അവര് വന്നിട്ടുണ്ട്, ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അവരുടെ കൂടെ പോവാന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത്. പെണ്ണ് കാണാൻ പോയാണെന്ന് പറഞ്ഞത് പറയണേ. ഇവർ എപ്പോഴും ഫവാസ് നിമ്മിയൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു ഞങ്ങള്. 10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളായിട്ട് നല്ല കമ്പനിയാണ് ഇപ്പോഴും. ഗോപൻ ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ശരിക്കും ഉണ്ടായിരുന്നു. ഇവര് ചെറുതിലെ സുഹൃത്തുക്കളാണെന്ന് അറിയാം. നല്ല സുഹൃത്തുക്കളാണ്, വീട്ടിൽ വരാറുണ്ട്. ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനിയാണ്, ഫാമിലി ആയിട്ട് തന്നെ. എല്ലാരും ഇവര് ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. പക്ഷെ എന്നിട്ട് ഇതുപോലൊരു ചതിയെ കൊണ്ട് പിടുത്തിന്ന് എപ്പോഴാ അറിഞ്ഞ്? ഇവരുടെ കൂടെ എപ്പോ കൂടിയാലും നല്ല രസമാണ് എപ്പോഴും. പ്രോഗ്രാം കഴിഞ്ഞ ശേഷം വിളിച്ച് പറഞ്ഞായിരുന്നു? അവിടെ വന്നിരുന്നു 2-3 പേരും കൂടെ വന്നതേ. അമ്മേ പണി കൊടുത്തിട്ടുണ്ട് കേട്ടാ എന്നറിയാം. എന്തായിരുന്നു അപ്പോഴത്തെ ഒരു റിയാക്ഷൻ? അപ്പോഴത്തെ റിയാക്ഷൻ എന്താന്ന് പോലും എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. എല്ലാം ഒരു പുകപടലം പോലെ നിൽക്കുകയാണ്. ഒന്നും ഓർമ്മയില്ല. വന്ന് കണ്ടപ്പോ എന്ത് തോന്നി? വന്ന് കണ്ടപ്പോൾ എനിക്ക് ഇവളെ ആദ്യം എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു. ഇവളൊന്ന് ഒറ്റയ്ക്ക് കിട്ടാനുള്ള പരിപാടി ആയിരുന്നില്ലായിരുന്നു ഞാൻ. എന്നിട്ട് ഇവരെന്ത് ചെയ്ത ഇത് ഇപ്പോൾ എല്ലാം ഇപ്പോൾ അവിടെ ഇരുന്നപ്പോൾ തന്നെ ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇവർ പെപ്സി ഓർഡർ ചെയ്യാൻ പോയി. എന്നിട്ടപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞു തോന്നുന്നു, ഓർഡർ പറഞ്ഞു അത് വരില്ല, നിങ്ങൾ അവിടെ ഇരുത്താനുള്ള പരിപാടി ആയിരുന്നു. അങ്ങനെയാണ് പെട്ടുപോയത്. ആക്ച്വലി എന്തിനാണ് അവിടെ പോയത്? ആക്ച്വലി ജസ്റ്റ് ഒന്ന് കാണണം. ഇതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മാസം
മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇവള് വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീറ്റ് ചെയ്യാൻ പോയത്. മീറ്റ് ചെയ്യാൻ മാത്രമാണ് പോയത്. അപ്പോൾ പിന്നെ അമ്മാവന്മാരോട് പറഞ്ഞതോ എന്നെ കണ്ടിഷ്ടപ്പെടാൻ ഞാൻ കല്യാണം കഴിച്ചോളാം? അതൊക്കെ ചുമ്മാ അപ്പോഴത്തെ പറഞ്ഞതല്ലേ. ദേഷ്യം തോന്നിയല്ലോ കൂട്ടുകാർ? ഇല്ല, ദേഷ്യമൊന്നുമില്ല. പിടിച്ച് കെട്ടിക്കാൻ പോയപ്പോഴും മോതിരം മാറണമെന്നൊക്കെ പറഞ്ഞപ്പോ അപ്പോഴും എനിക്ക് കിട്ടിയ കൈ കിട്ടിയ 2 കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അടുത്തുനിന്ന് ഭയങ്കര അഭിനയമായിരുന്നല്ലേ? എന്നെ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വലിച്ചു നീക്കണല്ലായിരുന്നാ? ഗൂഢാലോചനയുടെ തലൈവി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു പ്രോഗ്രാം. ഞങ്ങൾ ഇത്രയ്ക്ക് ഇവൻ അങ്ങോട്ട് ഏക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇവൻ ആകെ ടെൻസ്ഡ് ആയിട്ട് മോക്കൊക്കെ ഭയങ്കര ഷിവറിങ് ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിടിക്കണ്ടായിരുന്നു ഷിവർ ചെയ്യാണെന്ന് നോക്കാൻ വേണ്ടി. ആള് മൊത്തം കിടന്ന് ഷിവർ ചെയ്യാണ്. സൂപ്പറായിരുന്നു. നിങ്ങൾ വിചാരിച്ച ആഗ്രഹം നടന്നല്ലോ. നടന്നു. ഫവാസ് എങ്ങനെ ഉണ്ടായിരുന്നു? വേറെ നാള് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം താഴേക്കാണ് പോണത്. എന്നൊന്നും മനസ്സിലായില്ല. സൗജന്യം കണ്ടിട്ട് ആളെ മനസ്സിലായില്ല. പുള്ളി എന്നെ കണ്ടിട്ടേ ഇല്ല. ഇത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യേണ്ട ശരിയാവില്ല. ക്ലാസ് കഴിഞ്ഞ് നേരെ കമ്പനി പോകും. വർക്ക് കഴിഞ്ഞ് രാത്രി ഒരു 12 മണിക്ക് ആകുമ്പോഴത്തേനേ വരുള്ളൂ. അതാണ് ഈ പ്രോഗ്രാംസ് ഒന്നും ഇങ്ങനെ കാണാറില്ല. രാവിലെ പിന്നെ എഴുന്നേറ്റ് പോകും. ശരിക്കും അച്ഛനൊന്നും ഞാൻ ഇങ്ങനെ ആഴ്ചയിൽ ശനിയാഴ്ച കാണുള്ളൂ. കാരണം ആള് കിടന്നുറങ്ങും. പിന്നെ അങ്ങനെ കിടന്ന് രാവിലെ എനിക്ക് പോകും. അങ്ങനെ ഒരു അച്ഛനൊരു കണ്ണ് വെച്ചേക്കണം, അച്ഛനും അമ്മയും. ഇതുപോലെ വീട്ടിലറിയിക്കാതെ പെണ്ണ് കാണാൻ പോയിട്ട് അവിടെ വെച്ച് തന്നെ കല്യാണം കഴിച്ച് കളയും. ഇനി ജ്യോതി വിളിച്ച ഫോൺ എടുക്കൂ? ഇനി അങ്ങനെയല്ല. ഇനി ഞാനിപ്പോ പോണെന്നുണ്ടെങ്കിൽ തന്നെ ഇവരെ ഞാൻ വിളിച്ചേ കൊണ്ടുവരുള്ളൂ. ഞാനൊരു സ്ഥലത്തേക്ക് പോവില്ല. അതാകുമ്പോ അവിടെ ക്യാമറ ഒന്നും കാണത്തില്ല. ക്യാമറ ഒന്നും കാണില്ല, കുഴപ്പമില്ല. കൂടെ പഠിച്ചിരുന്നതാണോ? അല്ലല്ല, വീടിനടുത്തുള്ള. വീട്ടിനടുത്തുള്ള ആളെങ്ങനെ? ആള് കുഴപ്പമൊന്നുമില്ല, ഡീസെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ ഇവിടെ കണ്ടപ്പോഴത്തേക്ക് അത് ഉറപ്പായി. ആള് ഡീസന്റ് ആണ്. പക്ഷേ ഈ ചെറിയ പെണ്ണ് കാണലിന്റെ ഉപദ്രവം ഉണ്ട്, അത്രേ ഉള്ളൂ. അടുത്ത എന്നോട് പോലും പറയാനാണ് പോയത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന്. കൂടെ നിന്നിട്ട് മുങ്ങി. അതെന്താന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പോ പെണ്ണ് കാണാൻ പോയിട്ട് അവനെ നഷ്ടപ്പെട്ടാലോ? അത് പേടിച്ച് ഞാൻ ഒറ്റയ്ക്ക് പോയത്. അപ്പോൾ 7ാം ക്ലാസ്സിൽ തുടങ്ങിയ നിങ്ങളുടെ ഈ സൗഹൃദം ഇപ്പൊ എത്ര വർഷമായി? 7 years. 7 വർഷമായി. 7 years ആയി. ഇനി ഒരു 70 വർഷം കൂടി മുമ്പോട്ട് നീണ്ടു പോകട്ടെ ഇതേ സന്തോഷത്തോടെ. ഇനിയും ഇതുപോലെയുള്ള പെണ്ണ് കാണൽ ചടങ്ങുകൾക്ക് വിളിച്ചോണ്ട് പോകണം. ആൾക്കാരുണ്ട്, ആളുകളുണ്ട്. എല്ലാ നന്മകളും ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയുടെ പേരിൽ ആശംസിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ ഒരു സുഹൃത്തിനോ ഒരു കുടുംബാംഗത്തിനോ ഒരു സർപ്രൈസ് കൊടുക്കണമെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം കൂടുതൽ സർപ്രൈസുകളുമായി ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.